നമസ്കാരം. ഭൗതിക സുഖങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രക്കിടയിൽ സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാക്കി അവനെ മാറ്റുന്നത് പലപ്പോഴും മതവും ദൈവവുമാണ്. നിങ്ങൾ ഈ ലോകത്തിലെ ജീവിതം ആസ്വദിക്കുമ്പോഴും നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിനുള്ള ധനം സമ്പാദിക്കേണ്ടത് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരോട് ക്ഷമിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ആണ് എന്ന് പഠിപ്പിക്കുന്നു മതങ്ങളും ദൈവങ്ങളും. നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിന് വെളിച്ചം പകരേണ്ട ഒരു മത നേതാവ്, ഒരു സമുദായ നേതാവ്, ഒരു സമൂഹത്തിൻ്റെ സകല തിന്മകളുടെയും പ്രതീകമായി മാറുന്നുണ്ടെങ്കിൽ അതൊരാൾ മാത്രമേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശൻ. ഭൗതിക ജീവിതത്തിൽ എത്തപ്പെടാൻ കഴിയുന്നതെല്ലാം വെട്ടിയെടുക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഒരു മതത്തെ, ഒരു സമൂഹത്തെ ഹൈജാക്ക് ചെയ്ത് ദുരുപയോഗിച്ച് ആ മത സമുദായ വിശ്വാസികളെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന ഒരു നേതാവായി മാറിപ്പോയി വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് ചരിത്രത്തിൽ ഓർമ്മിക്കാൻ പോകുന്നത് SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തെ അതിൻ്റെ എല്ലാ നന്മകളിൽ നിന്നും തല്ലിയോടിച്ച് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച സമുദായ നേതാവ് എന്ന നിലയിലാവും. SNDPയുടെ ചരിത്രത്തിൽ വെള്ളാപ്പള്ളിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം ഏതെങ്കിലും ഒരു പദവിയിൽ തുടർന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമായിരുന്നു. 1903 SNDP സ്ഥാപിച്ചപ്പോൾ മുതൽ 1928 വരെ 25 വർഷം ഗുരുദേവന്റെ റെക്കോർഡ് തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിയമവിരുദ്ധമായി ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് SNDPയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് 1996 കടന്നു വരുന്നത്. പിന്നെ SNDPയിൽ ജനാധിപത്യമുണ്ടായിരുന്നില്ല. SNDP മാത്രമല്ല, SN ട്രസ്റ്റും വെള്ളാപ്പള്ളി നടേശൻ പിടിച്ചെടുത്തു. ഒരിക്കൽ പോലും ശാഖകളിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരെ മാത്രം നോമിനേറ്റ് ചെയ്തു കൊണ്ടുവരുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു ഭീകരാവസ്ഥയായിരുന്നു 30 വർഷം SNDPയിലും SN ട്രസ്റ്റിലും നടന്നത്. SN ട്രസ്റ്റിലേക്ക് നിയമനങ്ങളും അഡ്മിഷനുമൊക്കെ നടക്കുമ്പോൾ കിട്ടിയിരുന്ന സംഭാവന, അത് സംഭാവനയായി എഴുതി ചേർത്തിരുന്ന പഴയ കാലം മാറി. അതെല്ലാം വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അഴിമതി പടർന്നു പിടിച്ചു. സാധാരണ ശ്രീനാരായണ ഭക്തർ ചതയ ദിനത്തിൽ ധരിക്കുന്ന മഞ്ഞക്കുപ്പായം പോലും കണിച്ചകുളങ്ങരയിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി അയച്ചു കൊടുക്കുന്ന ദുരവസ്ഥയിലേക്ക് SNDP മാറി. ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിച്ച് തൻ്റെ മദ്യക്കച്ചവടത്തിനുള്ള ഒരു ഉപാധിയാക്കി SNDPയെ മാറ്റുകയും SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ധനസമ്പാദനത്തിനുള്ള വഴിയാക്കി മാറ്റുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് സമുദായാംഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത പണം കൂടിയ പലിശയ്ക്ക് കൊടുത്ത് ശാഖകൾ അറിയാതെ, യൂണിയനുകൾ അറിയാതെ കടലാസ് പ്രസ്ഥാനങ്ങളാക്കി പണം അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ നൂറുകണക്കിന് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടു. ആ കേസുകളൊക്കെ രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചു. അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുമ്പോൾ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായ പത്മഭൂഷൺ കരസ്ഥമാക്കി വീണ്ടും അപഹാസ്യനായി. അങ്ങനെ നിയമവിരുദ്ധമായി തുടരുന്ന വെള്ളാപ്പള്ളി നടേശനോട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, വേഗം ഇറങ്ങിപ്പോകാൻ. ഇറങ്ങിപ്പോവേണ്ട കാര്യമൊന്നുമില്ല, കോടതി ഇറക്കി വിട്ടു. വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP ജനറൽ സെക്രട്ടറി പദവി മാത്രമല്ല, വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും നടത്തിയിരുന്ന ഭരണം പൂർണ്ണമായും റദ്ദ് ചെയ്ത് ഇന്നു മുതൽ ഒരു തരത്തിലുള്ള ഭരണ നിർവഹണവും നടത്തരുതേ എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രസിഡന്റ് MN സോമനും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം SNDPയുടെ 170 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. SNDP എന്ന പ്രസ്ഥാനം കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരാൾ ഡയറക്ടർ ആകണമെങ്കിൽ അയാൾ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അയാൾക്ക് DIN നമ്പർ ഉണ്ടാവുകയും വേണം. വെള്ളാപ്പള്ളി അടക്കമുള്ള ഒരൊറ്റ ഡയറക്ടർ പോലും DIN നമ്പർ സമർപ്പിച്ചിട്ടില്ല. അത് ലഭ്യമല്ല എന്ന് കോടതിക്ക് ബോധ്യമായി. മാത്രമല്ല, എല്ലാ വർഷവും കൃത്യമായി അക്കൗണ്ട് സമർപ്പിക്കുകയും അക്കൗണ്ട് പരസ്യമായി ആർക്കും സ്വീകരിക്കാവുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ അടക്കം ആർക്കും SNDP യോഗത്തിൻ്റെ
ഡയറക്ടർ ബോർഡിൽ തുടരാൻ അയോഗ്യതയില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അതനുസരിച്ച് എല്ലാവരെയും ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. സർക്കാരിനോട് തൽക്കാലത്തേക്ക് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. SNDPയിലെ ഏതെങ്കിലും ഒരു ശാഖയ്ക്കെതിരെയോ യൂണിയനെതിരെയോ അച്ചടക്ക നടപടി എടുക്കാനോ ഏതെങ്കിലും ഒരു നിയമനം നടത്താനോ പോലും ഇനി അവർക്ക് തൽക്കാലം അധികാരമില്ല. അല്ലെങ്കിൽ ഈ വിധി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യണം. പക്ഷെ അത്ര എളുപ്പത്തിൽ സ്റ്റേ ചെയ്ത് തടി തപ്പാൻ വെള്ളാപ്പള്ളിക്ക് കഴിയില്ല. കാരണം 2019 മുതൽ ചന്ദ്രസേനൻ എന്ന വക്കീലും യശശരീരനായ സാനു മാഷും നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ അപൂർവമായ വിധി ലഭിച്ചത്. വെള്ളാപ്പള്ളിയുടെ കൊള്ളയ്ക്കെതിരെ, നിയമവിരുദ്ധ പദവിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ പല കേസുകളുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ മാർച്ച് മാസം 14-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റുമായി വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുന്നു. കോടതി വിധി വരും എന്നുറപ്പായപ്പോൾ തെരഞ്ഞെടുപ്പ് സ്വയം മാറ്റിവെച്ച് തടി തപ്പിയ വെള്ളാപ്പള്ളിക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, നടന്നാൽ മത്സരിക്കാൻ പോലും പറ്റില്ല. കാരണം നിയമവിരുദ്ധമായി SNDPയുടെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുകയും 3 പതിറ്റാണ്ട് പ്രസിഡന്റ് പദവി അലങ്കരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇനി മത്സരിക്കാൻ അയോഗ്യതയും ബാധകമാണ്. വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാറിനും മത്സരിക്കാൻ അയോഗ്യതയുണ്ടാവും. സാധാരണ SNDP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര വിജയമാണ്. ആ ജനാധിപത്യത്തെ അട്ടിമറിച്ച് തൻ്റെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി CPIM എന്ന നികൃഷ്ട രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി മാറി നാട്ടിൽ വർഗീയത വിളമ്പി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സുഖിപ്പിച്ച് മുമ്പോട്ട് പോയ വെള്ളാപ്പള്ളിക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി ഉണ്ടാവാനില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി ഗുരുതരമായി രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. 88 വയസ്സുള്ള വെള്ളാപ്പള്ളി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നായിരുന്നു സകലരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ വെള്ളാപ്പള്ളിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആയുസ് കാത്ത് സംരക്ഷിച്ചത് ഗുരുദേവനായിരുന്നു. നിയമവിരുദ്ധമായി ഗുണ്ടാ സംഘങ്ങളുടെ സഹായത്തോടെ വ്യാജമായി എത്തപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മരിക്കണ്ട എന്ന് ഗുരുദേവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആപത്തിൽ നിന്ന് രക്ഷിച്ച് നാണം കെട്ട് പുറത്തേക്ക് പോവാൻ ഗുരുദേവൻ തന്നെ വഴി തെളിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ നാണം കെട്ട് പുറത്തായി മാത്രമേ വെള്ളാപ്പള്ളി ഈ ലോകവാസം വെടിഞ്ഞു പോകാൻ പാടുള്ളൂ എന്നത് ഗുരുദേവന്റെ കൽപ്പനയായിരുന്നു. എന്തായാലും അത് സഫലമായിരിക്കുന്നു. ഗുരുദേവനെ അപമാനിച്ച് ഗുരുദേവന്റെ പ്രവർത്തികളെയും വാക്കുകളെയും ഇല്ലാതാക്കി SNDPയെ നശിപ്പിച്ച വെള്ളാപ്പള്ളി നടേശനെ ഇതിനേക്കാൾ വലിയ മറുപടി ഇനി ലഭിക്കാനില്ല. ഈ വലിയ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് ചന്ദ്രസേനന് അഭിവാദ്യങ്ങൾ.